ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെർമെക്സിൻ്റെ കുറച്ച് ബേസിക് കമാൻഡ്സ് ആണ് പഠിച്ചത് അല്ലേ? ഇന്ന് നമ്മൾ ടെർമെക്സിൻ്റെ മൊത്തം ലുക്ക് ഒന്ന് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. സോ ഗായ്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ആദ്യത്തെ കമാൻഡ് apt അപ്ഡേറ്റ് ആൻഡ് apt അപ്ഗ്രേഡ് എന്ന് കൊടുക്കുക. ഈ രണ്ട് കമാൻഡ് എപ്പോഴും ഓർത്തു വയ്ക്കുക. കാരണം നമ്മൾ ടെർമെക്സിലേക്ക് ആദ്യം കയറുമ്പോൾ ചെയ്യേണ്ടതും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള കാര്യം അത് അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ചെയ്യുക എന്നതാണ്. ടെർമെക്സ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്കിതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഓക്കെ ഗായ്സ്, ഇനി അടുത്തതായി നമുക്ക് ഒരു ഷെൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായി apt install zsh എന്ന് കൊടുക്കുക. അതിനുശേഷം ഈ ലിങ്ക് അതേപോലെ കോപ്പി ചെയ്ത് ടെർമെക്സിൽ പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കുക. ഇനിയുള്ള എല്ലാ കമാൻഡ്സും കുറച്ച് ലെങ്തി ആയിരിക്കും. സോ ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവിടെ നിന്ന് കോപ്പി ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തീം ZSHലേക്ക് മാറ്റണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് y എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുക. അതിനുശേഷം git clone എന്ന കമാൻഡ് യൂസ് ചെയ്ത് ഈ ലിങ്ക് ക്ലോൺ ചെയ്യുക. ഓക്കെ ഗൈസ്, ഇനി ls-a എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് .zshrc എന്നൊരു ഫയൽ കാണാൻ കഴിയും. ആ ഫയലാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി മൈക്രോസ്പേസ് .zshrc എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുക. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ താഴെ നോക്കിയാൽ ZSH തീം എന്ന് തുടങ്ങുന്ന ഒരു ലൈൻ കാണും. അതിൽ അവിടെ റോബി റൂസൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം അവിടെ പവർ ലെവൽ 10k/power level 10k എന്ന് കൊടുത്ത് ആ കോഡ്സ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഫയൽ സേവ് ചെയ്യാനായി Ctrl+S കൊടുക്കുക. ശേഷം എക്സിറ്റ് ചെയ്യാനായി Ctrl+Q കൊടുക്കുക. ഇനി ZSH എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു സ്ക്രീനിലേക്ക് പോകും. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനെല്ലാം കറക്റ്റായി ആൻസർ ചെയ്യുക. ഓക്കെ, ഓക്കെ ഗൈസ്, ഇനി അടുത്തതായി പ്രോംപ്റ്റ് സ്റ്റൈലാണ്. അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ചെയ്യുക. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഇത്രയും ചെയ്തതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക. ഇനി നമുക്ക് രണ്ട് പ്ലഗിൻസ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഓട്ടോ സജഷനും സിൻടാക്സ് ഹൈലൈറ്റിങ്ങും. അതിനുവേണ്ടി git clone എന്ന കമാൻഡ് യൂസ് ചെയ്യുക.
ഓക്കെ ഗൈസ്, ആ 2 ലിങ്കും ക്ലോൺ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ മുമ്പ് എഡിറ്റ് ചെയ്ത ആ ഫയലിലേക്ക് പോവുക. അതിനായി microspace.zshrc എന്ന് കൊടുത്ത് എൻ്റർ അടിക്കുക. ഇനി നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ 80ാമത്തെ ലൈനിൽ പ്ലഗിൻസ് എന്ന് കാണാം. അവിടെ ഗിറ്റ് എന്നതിന് ശേഷം ഈ ലൈൻ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം Ctrl+S കൊടുത്ത് സേവ് ചെയ്യുക. Ctrl+Q കൊടുത്ത് എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ZSH എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലഗിൻസ് അവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ 2 പ്ലഗിൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കമാൻഡ് കൊടുത്തിട്ട് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ, അതായത് അതിനെന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ കമാൻഡിന് ഒരു റെഡ് കളർ കാണിക്കും. ഞാനിപ്പോൾ മൈക്രോ എന്ന കമാൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ച് കൊടുക്കുമ്പോൾ അവിടെ റെഡ് കളർ കാണിക്കും. ഓക്കെ, ഇതാണ് സിൻടാക്സ് ഹൈലൈറ്റിംഗ്. ഇനി അടുത്തത് ഓട്ടോ സജഷനാണ്. അതായത് നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന ഏതെങ്കിലും ഒരു കമാൻഡ് ഒന്നുകൂടെ കൊടുക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ ആ കമാൻഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ അടിക്കുമ്പോഴേക്കും ആ കമാൻഡ് ലൈൻ അവിടെ വന്നിരിക്കും. അതാണ് ഓട്ടോ സജഷൻ. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ടെർമെക്സ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ കയറുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വെൽക്കം ടു ടെർമെക്സ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുറേ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ കസ്റ്റമായിട്ടുള്ള ഒരു ബാനർ സെറ്റ് ചെയ്യണം. സോ അതിനായി ആദ്യം നിങ്ങളീ കാണുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അതിനുശേഷം ടൈപ്പ് സംതിങ് എന്നൊരു ബോക്സ് കാണുന്നില്ലേ, അവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സെലക്ട് ആൻഡ് കോപ്പിയിൽ ക്ലിക്ക് ചെയ്ത് അത് കോപ്പി ചെയ്യുക. ഇനി നിങ്ങൾ ടെർമെക്സിലേക്ക് വന്ന് CD സ്പേസ് ഡോട്ട് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ടെർമെക്സിൻ്റെ ഹോമിൽ നിന്ന് ബാക്ക്വേർഡ് വന്നിരിക്കുകയാണ്. ഇനി CD സ്പേസ് USR/etc എന്ന് കൊടുക്കുക. അതിനുശേഷം മൈക്രോസ്പേസ് MOTD എന്ന് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ വരും. അതിലുള്ള എല്ലാ ലൈൻസും ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത ആ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി അത് സേവ് ചെയ്യാനായി Ctrl+S കൊടുക്കുക. ശേഷം Ctrl+Q കൊടുത്ത് എക്സിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ടെർമെക്സ് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ കയറിയാൽ ആ ബാനർ അവിടെ കാണാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ടെർമെക്സിൻ്റെ ആ ഒരു മൊത്തം ലുക്കൊക്കെ ഒന്ന് മാറ്റി ടെർമെക്സിനൊരു ഹാക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മുടെ ടെർമെക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഇതോടുകൂടി തീരുകയാണ്. ഇനി മുതലുള്ള വീഡിയോസിലാണ് നമ്മൾ റിയൽ ഹാക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.